أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്താണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹു പറഞ്ഞു, ആദം, നീ അവയുടെ നാമങ്ങൾ അവർക്ക്, അതായത് മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുക. അപ്രകാരം അദ്ദേഹം അവയുടെ നാമങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു പറഞ്ഞു, നിശ്ചയമായും ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യങ്ങൾ എനിക്കറിയാമെന്നും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചുവെക്കുന്നതും ഞാൻ അറിയുന്നുവെന്നും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സയ്യിദ്നാ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പരിധിവരെ മലക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. എന്നാൽ അല്ലാഹു തൻ്റെ തെളിവുകൾ പൂർണ്ണമാക്കുന്നതിനായി അല്ലാഹു ആദമിനോട് കൽപ്പിച്ചു, ഉമ്മത്തിലുണ്ടാകാൻ പോകുന്ന, അവൻ്റെ പരമ്പരയിലുണ്ടാകാൻ പോകുന്ന ആ പ്രത്യേക ഗുണങ്ങളും സവിശേഷതകളും എന്താണെന്ന് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന്. ഇതിലൂടെ വെറും അറിവിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആ യാഥാർത്ഥ്യം കർമ്മരൂപേണ അല്ലാഹു വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിനർത്ഥം മലക്കുകളും ആദമും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു സംഭാഷണം നടന്നു എന്നല്ല. ഇത് അറബി ഭാഷയുടെ ഒരു ശൈലിയാണ്. ഒരു സത്യം വ്യക്തമാക്കുന്നതിന് സംഭാഷണ രൂപം നൽകുക എന്നത്. ഒരു അറബി കവി തൻ്റെ കവിതയിൽ ഇപ്രകാരം പറയുന്നു: ഇംതലാഉൽ ഹൗളു വകാലകത്തിനി. ഹൗള് എന്ന് പറയുന്നത് ജലം സംഭരിച്ചു വെക്കുന്ന ജലസംഭരണിയെയാണ്. പറയുന്നു, ഹൗള് നിറഞ്ഞു, അത് പറഞ്ഞു, മതി മതി, ഞാൻ നിറഞ്ഞു എന്ന്. ഇതിനർത്ഥം ഹൗള് നിറഞ്ഞപ്പോൾ അത് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നല്ല, മറിച്ച് ഹൗള് തൻ്റെ അവസ്ഥയിലൂടെ അത് വ്യക്തമാക്കി എന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഇവിടെയും അല്ലാഹു ആദം അലൈഹിസ്സലാമിനോട് അങ്ങനെ പറഞ്ഞു എന്ന് അനിവാര്യമല്ല, മറിച്ച് അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴിൽ ആദം അലൈഹിസ്സലാം തൻ്റെ ഉമ്മത്തിൽ നിന്ന് പ്രകടമാകാൻ പോകുന്ന ദൈവിക ഗുണങ്ങളെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നും അർത്ഥമാക്കാം. ഇതുവഴി മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിയുടെ യാഥാർത്ഥ്യം മലക്കുകൾക്ക് വ്യക്തമായി. അതുപോലെ ആദമിന് അറിവ് നൽകപ്പെട്ടു എന്ന് പറയുന്നിടത്ത് അല്ലാഹു ആദമിന് നേരിട്ട് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്നല്ല, മറിച്ച് അല്ലാഹു ഇൽഹാമുകൾ വഴി, അതായത് വളരെ വ്യക്തമായ ഇൽഹാമുകൾ വഴിയോ അല്ലെങ്കിൽ ഗോപ്യമായ ഇൽഹാമുകൾ വഴിയോ അല്ലെങ്കിൽ അവ രണ്ടും വഴിയോ ആദമിന് അല്ലാഹുവിൻ്റെ സിഫത്തുകളും ദൈവിക ഗുണങ്ങളുടെയും ഭാഷകളുടെയും വസ്തുക്കളുടെ പ്രത്യേകതകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ഫലമ്മ അൻബാഅഹും ബിഅസ്മാഇഹിം. അങ്ങനെ ആദം അലൈഹിസ്സലാം തൻ്റെ ഉമ്മത്തിന് പൊതുവായും തൻ്റെ സന്താനങ്ങൾക്ക് പ്രത്യേകമായും ആ പൂർണ്ണതകളെ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ മലക്കുകൾക്ക് മനസ്സിലായി, ഏത് രീതിയിലാണോ മനുഷ്യൻ ദൈവിക ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു ജീവികൾക്കും പ്രകടിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന്. അതിനുശേഷം ഉസൂർ വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ എന്നതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇതിനർത്ഥം മലക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പുകൾ വെച്ചുകൊണ്ട് വായുകൊണ്ട് മറ്റൊന്ന് പറഞ്ഞു എന്നല്ല. കാരണം മലക്കുകൾ എല്ലാവിധത്തിലുമുള്ള പാപത്തിൽ നിന്നും മുക്തരാണ്. അവർക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തന്നെ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം അല്ലാഹുവിന് മലക്കുകളിൽ നിന്ന് പ്രകടമാകാൻ പോകുന്ന ശക്തികളെക്കുറിച്ചും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തവയെക്കുറിച്ചും അല്ലാഹുവിന് അറിവുണ്ട് എന്നതാണ്. അറബി നിഘണ്ടുവിൽ കത്തമ എന്ന വാക്കിന്
തടസ്സമാകുകയോ അല്ലെങ്കിൽ അപര്യാപ്തത അനുഭവപ്പെടുക എന്ന അർത്ഥവും നൽകിയിട്ടുണ്ട്. ഈ അർത്ഥത്തിലാണ് ഇവിടെയും ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അള്ളാഹുവിനറിയാം ഏതുവരെ മലക്കുകൾക്ക് ദൈവിക ഗുണങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും ഒരു പരിധിക്കപ്പുറം അവ പ്രകടിപ്പിക്കാൻ മലക്കുകൾക്ക് കഴിയില്ലെന്നും അള്ളാഹുവിനറിയാം. അതിനാൽ അള്ളാഹു ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരസ്തിത്വം ഉണ്ടാക്കുവാൻ. അങ്ങനെ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.